കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നെത്തും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോകും. വിശദാംശങ്ങൾ ആതിര നൽകും. ആതിര, എപ്പോഴാണ് പ്രധാനമന്ത്രി എത്തുക? എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾ? അതിര ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഹെലികോപ്റ്റർ മാർഗമായിരിക്കും അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പോവുക. നമുക്കറിയാം, മറ്റന്നാൾ അവസാനഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. 7ാം ഘട്ട തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് രാഷ്ട്രീയമായി വലിയൊരു ചർച്ചയ്ക്ക് തന്നെ ഇടം ഒരുക്കിയിട്ടുണ്ട്. പ്രതിപക്ഷമെല്ലാം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും DMK അടക്കം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് നൽകിയിട്ടുണ്ട്. ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിൽ DMKയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നിന്നും കന്യാകുമാരിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. അവിടെ നിന്നുമാണ് പിന്നെ കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പോകുക. ക്ഷേത്ര ദർശനത്തിന് ശേഷം ബോട്ടിൽ കന്യാകുമാരി വിവേകാനന്ദ പാറയിലേക്ക് പോകും. സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന അതേ സ്ഥലത്ത് 44 മണിക്കൂറോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനമിരിക്കും. എന്തായാലും ഇത്തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. തിരിച്ചു വരുമ്പോഴും തിരുവനന്തപുരം വഴിയായിരിക്കും മടക്കം. പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് 1-ാം തീയതി മടങ്ങുകയും ചെയ്യും. 3 ദിവസമാണ് പ്രധാനമന്ത്രിയുടെ കന്യാകുമാരി സന്ദർശനം. ആതിര. ശരി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിലെത്തും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആതിര സാരസ്വത്.